ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെൻസസ് കിച്ചൻ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ല അറേബ്യൻ ടേസ്റ്റിലുള്ള കുനാഫേൻ്റെ റെസിപ്പിയാണ്. ഇത് അറേബ്യൻ കൺട്രീസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ്. നമ്മളെ നാട്ടിലിപ്പോൾ ഫങ്ഷൻസിലൊക്കെ എല്ലാവരും ഉണ്ടാക്കി തുടങ്ങി. ഇതിപ്പോൾ നാട്ടിലെ ചില സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് കുനാഫയുടെ ഡോ. നമ്മൾ ഫ്രീസറിൽ നിന്ന് ഇത് എടുത്തിട്ട് 1 മണിക്കൂർ പുറത്ത് വെക്കണം. എന്നിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് റൂം ടെമ്പറേച്ചറിലാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇതിൽ നിന്ന് ഞാനൊരു ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. നമ്മളെ പാൻ്റെ സൈസ് അനുസരിച്ചിരിക്കും നമ്മൾ ഇതിൻ്റെ ഡോ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കൈകൊണ്ട് ഒന്ന് പൊട്ടിച്ചിടാം, അല്ലെങ്കിൽ മിക്സറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താലും മതി. ഞാനത് കൈകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. കൈകൊണ്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ എനിക്ക് പെർഫെക്ഷൻ തോന്നിയത്. കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടാൽ മതി. ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കണം. സോൾട്ടഡ് വേണ്ട, അൺസോൾട്ടഡ് മതി. നമ്മൾ ചീസൊക്കെ ചേർക്കുമ്പോൾ അതൊക്കെ സോൾട്ടി അല്ല, അപ്പോൾ അൺസോൾട്ടഡ് ബട്ടർ എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ അമർത്തി മിക്സ് ചെയ്യരുത്, അപ്പോൾ അതൊക്കെ പൊടിഞ്ഞു. അപ്പോൾ പതുക്കെ ഒന്ന് എല്ലാം മിക്സ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ചീസ് ലെയറിനുള്ള സോസ് റെഡിയാക്കാം. അതിലേക്ക് ഞാൻ 4 ക്യൂബ്സ് ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് പിസ്താഷ്യൂ പൗഡറാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലവറും യൂസ് ചെയ്യണം. നമുക്ക് ഈ കോൺഫ്ലവറും മൈദ, കുറച്ച് പാല്, നമ്മൾ 1 കപ്പ് പാലെടുത്തിരുന്നു, അതിന് കുറച്ച് പാലെടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്യുന്നത് നമുക്ക് പാലിൽ ഇത് ചേർക്കുമ്പം നമ്മൾ ഡയറക്റ്റ് മിക്സ് ചെയ്യുമ്പോൾ അത് കട്ട കിട്ടും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇത് പാലിൽ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം 1 കപ്പ് പാലിന് ഞാൻ കുറച്ച് ഇതിലേക്ക് എടുത്തിരുന്നു. ബാക്കി പാലെടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആ മൈദ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മൾ തവി കൊണ്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് നന്നായിട്ട് കട്ട കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യരുത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽട്ടായി വരുന്നവരെ അതിലിട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഷുഗർ, 2 ടീസ്പൂണൊക്കെ ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ കുറച്ചുകൂടെ എന്താണ് ഇതിൽ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ പിസ്താഷ്യൂ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണം ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ ക്രീമിൻ്റെ അതേപോലെ ടേസ്റ്റ് വരില്ല, നമുക്ക് നട്ട്സിൻ്റെ കൂടിയും ആ ടേസ്റ്റ് ഒന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്ക് പാനൊന്ന് ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം.
സൈഡ്സൊക്കെ ഒന്ന് ക്രീസ് ചെയ്ത് കൊടുക്കണം ബട്ടർ വെച്ചിട്ട്. ഓക്കെ, ഞാനിന്ന് ഇതിലേക്ക് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്സ് ഓറഞ്ച് കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുനാഫൻ്റെ ഡോ വെച്ച് കൊടുക്കാം. ഇതെല്ലായിടത്തും ഒരേപോലെ ആവണം, ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും നല്ല ലെവൽ ചെയ്ത് കൊടുക്കണം. ലെവൽ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ബേക്കിംഗ് ടൈമിൽ കുനാഫ കറക്റ്റായിട്ട് ഒരേ ലെവലിൽ ബേക്കായി വരില്ല. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നല്ല ലെവലായി കിട്ടി. നമുക്കിതിൻ്റെ മുകളിലോട്ട് ഷ്രെഡഡ് മോസില്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട. ഒരുപാട് ഇട്ട് കൊടുത്താൽ ഒരുപാട് അങ്ങനെ ക്രീമി ആയിട്ട് എനിക്കിഷ്ടമില്ല. ഞാൻ കുറച്ചോളം ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് അങ്ങനെ ക്രീമി ആയിട്ട് ഇത് വരണമെങ്കിൽ കുറേ യൂസ് ചെയ്യാം കേട്ടോ. അതിപ്പോൾ ഞാൻ പാകത്തിന് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം ചീസിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സൈഡിലേക്കൊന്നും ചെയ്ത് കൊടുക്കണ്ട. സൈഡിലേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ ആ ചീസൊക്കെ സൈഡിലോട്ട് വന്നിട്ട് അവിടെയൊക്കെ മെൽട്ടായിട്ട് അതൊക്കെ അവിടെ സൈഡൊക്കെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സൈഡിലോട്ട് ആക്കി കൊടുക്കണ്ട, കുറച്ച് സൈഡിൽ നിന്നൊന്ന് വിട്ടിട്ട് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കി വന്ന കുനാഫ ഡോ വെച്ച് കൊടുക്കാം. നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈക്വലായിട്ട് രണ്ടും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ബാക്കി പോർഷനും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇത് താഴെ ചീസിൻ്റെ ഇതുണ്ടായതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരത്തെ ചെയ്ത മാതിരി കൈ കൊണ്ടിട്ട് പ്രസ് ചെയ്ത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാം. 170 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഞാൻ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യേണ്ടത്. ഇത് സ്റ്റൗ ടോപ്പിലും നമുക്ക് ഉപ്പിട്ട് ഇതിൻ്റെ മുന്നേ ചെയ്തില്ലേ അതേപോലെ ചെയ്യാം സ്റ്റൗ ടോപ്പിലും. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഷുഗർ ഒന്ന് മെൽട്ടായി വരട്ടെ. അത് ഷുഗറൊക്കെ മെൽട്ടായി. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മുകളിൽ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് കുനാഫ. അപ്പോൾ നല്ല ക്രിപ്സി ആയിട്ട് മുകളിലൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്യണം. നമുക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഫ്ലിപ്പ് ചെയ്തെടുത്തു. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കുനാഫ. നല്ല കളറായിട്ട് ഇതിൻ്റെ മുകളിൽ കണ്ടോ, ഞാൻ കളറ് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തോണ്ട് കുറച്ച് കളർഫുള്ളായിട്ടുണ്ട്. അതിനാണ് ഞാൻ കുറച്ച് ഡ്രോപ്സ് ഓഫ് കളർ ആഡ് ചെയ്ത് കൊടുത്തത്.
അപ്പോൾ നമ്മൾ കുനാഫ നല്ല പെർഫെക്റ്റായി വന്നു. ഇനി ഇത് ചൂടോടൊക്കെ തന്നെ ഈ കുനാഫിലോട്ട് നമ്മൾ ഷുഗർ സിറപ്പ്, ലൈറ്റ് ചൂടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന തരത്തിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഷുഗർ സിറപ്പ് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ഒരുപാട് ഒഴിച്ചാൽ അത് നന്നായിട്ട് അത്ര വലിയ നന്നായിട്ട് നനഞ്ഞൊന്നായിട്ട് ഇതായി പോവും. അപ്പം പാകത്തിന് ഒഴിച്ചു കൊടുക്കുക ഷുഗർ സിറപ്പ്. ഞാൻ പറഞ്ഞ അത് കറക്റ്റാണ്. ഷുഗർ സിറപ്പിൻ്റെ ഇതിലേക്ക് നമ്മൾ പിസ്താഷ്യൂ വെച്ചിട്ട് ഇതിൻ്റെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പിസ്താഷ്യൂ പൗഡർ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പിസ്താഷ്യൂ പൗഡർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുന്ന ടേസ്റ്റ്. നമ്മളെ കുനാഫ അടിപൊളി അറേബ്യൻ ടേസ്റ്റിലെ കുനാഫ റെഡിയായി. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇത് നല്ല അത്യാവശ്യം ചീസിയാണ്. ഒരുപാട് നല്ല ചീസ് വേണമെങ്കിൽ നമുക്ക് മോസില്ല ചീസ് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പാകമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടിപൊളി കുനാഫ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ താഴെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ കുനാഫ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക്